നമസ്കാരം. കേരളത്തിൽ പുരുഷന്മാർ സുഖമായിട്ടും സന്തോഷമായിട്ടും ജീവിക്കുന്നു എന്നുള്ളതാണ് പൊതുവെയുള്ള ധാരണ. എന്നാൽ 2024 കണക്കുകൾ സൂചിപ്പിക്കുന്നത് അങ്ങനെയല്ല. ആത്മഹത്യാ പ്രേരണ അല്ലെങ്കിൽ ആത്മഹത്യ ചെയ്തവരുടെ കണക്കുകളിൽ ഏറ്റവും കൂടുതലുള്ളത് പുരുഷന്മാരാണ്. ഞെട്ടരുത് കണക്കുകൾ കേട്ടാൽ. 82% പുരുഷന്മാരാണ് കേരളത്തിൽ 2024 ആത്മഹത്യ ചെയ്തത് എന്നുള്ളതാണ് കണക്കുകൾ. ആലോചിച്ച് നോക്കിയേ. 8865 പുരുഷന്മാർ ജീവനൊടുക്കിയപ്പോൾ 1999 സ്ത്രീകളാണ് ജീവനൊടുക്കിയത് 2024. ആത്മഹത്യ ഒന്നിനും ഒരു പരിഹാരമല്ല എന്ന് നാഴികയ്ക്ക് 40 വട്ടം നമ്മൾ ഓരോ തവണ ആവർത്തിക്കുമ്പോൾ പോലും ഓരോ മനുഷ്യന്മാരുടെയും ഉള്ളിൽ പോകുന്ന ഓരോ വികാരങ്ങളെ തടയാൻ ആത്മഹത്യക്ക് കഴിയുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. പല മനുഷ്യരും ഒരു മറുപടിയായി അല്ലെങ്കിൽ ഒരു ഉത്തരമായി ആത്മഹത്യയെ ഇന്നും കാണുന്നുണ്ട്. എന്തൊക്കെ സംഭവിച്ചാലും ആത്മഹത്യ ഒന്നിനും ഒരു പരിഹാരമല്ല എന്ന് വീണ്ടും ആവർത്തിച്ചുകൊണ്ട് ബാക്കി കഥയിലേക്ക് വരാം. 15 വയസ്സിന് താഴെയുള്ള 54 കുട്ടികളാണ് 2024 ആത്മഹത്യ ചെയ്തത് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. കുട്ടികളുടെ ഈ ആത്മഹത്യാ നിരക്കും വളരെ ഞെട്ടിപ്പിക്കുന്ന കണക്കുകളായിട്ട് മാറുന്നുണ്ട്. 10 വർഷങ്ങൾക്ക് മുമ്പ്, അതായത് 2014 8446 പേരാണ് ആത്മഹത്യ ചെയ്തത് കേരളത്തിൽ. എന്നാൽ 10 വർഷങ്ങൾ കഴിഞ്ഞ് 2024 ആത്മഹത്യാ കണക്ക് 10865. ഏകദേശം 2500ഓളം പേർ അധികമായി ആത്മഹത്യ ചെയ്തു 2024 എന്നുള്ളതാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. 10 വർഷത്തിനിടെ 28.6% വർധനവാണ് ഉണ്ടായിരിക്കുന്നത്. ഈ കണക്കുകളിൽ 30 വയസ്സ് മുതൽ 60 വയസ്സ് വരെ പ്രായമുള്ളവരുടെ കണക്കുകൾ എടുത്തു നോക്കിയാൽ 53% പേരാണ് ആത്മഹത്യ ചെയ്തിരിക്കുന്നത്. ഈ മൊത്തം കണക്കിൽ 30 മുതൽ 60 വയസ്സ് പ്രായത്തിനിടയിലുള്ളവരാണ് ആത്മഹത്യാ നിരക്കിൽ പകുതിയിൽ അധികമുള്ളത് എന്നുള്ളതാണ് എന്നെ ഞെട്ടിപ്പിക്കുന്ന മറ്റൊരു കാര്യം. 30 മുതൽ 45 വയസ്സ് വരെയുള്ള പ്രായത്തിൽ 2676 പേർ ആത്മഹത്യ ചെയ്യുകയും 45 മുതൽ 60 വയസ്സ് പ്രായത്തിലുള്ളവരിൽ 3081 പേരും അവരുടെ ജീവിതം അവസാനിപ്പിച്ചതായിട്ടാണ് കണക്ക് കൂട്ടൽ. 15 മുതൽ 30 പ്രായത്തിലുള്ളവരിൽ 2012 പേരാണ് ആത്മഹത്യ ചെയ്തിട്ടുള്ളത്. ആത്മഹത്യ ചെയ്യുന്നവരിൽ വിവാഹിതരാണ് ഏറ്റവും അധികം എന്നുള്ളതും കൂടി ഏറ്റവും ഞെട്ടിപ്പിക്കുന്ന കാര്യമാണ്. 76.1% ആളുകളാണ് വിവാഹിതർ ആയവർ ആത്മഹത്യ ചെയ്തിരിക്കുന്നത് എന്നുള്ളത് മറ്റൊരു വസ്തുതയാണ്. ഇനി ജില്ലകൾ തിരിച്ചുള്ള കണക്കുകൾ നോക്കാം. കേരളത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട 2 ജില്ലകൾ എന്ന് കണക്കാക്കപ്പെടുന്ന ഒന്ന് തലസ്ഥാന നഗരവും മറ്റൊന്ന് മെട്രോ നഗരവുമാണ്. ഈ 2 ജില്ലകളിലാണ് ഏറ്റവും കൂടുതൽ ആത്മഹത്യകൾ നടന്നിരിക്കുന്നത് എന്നുള്ളത് മറ്റൊരു വാസ്തവം. തിരുവനന്തപുരം, കൊച്ചിയുമാണ് ആത്മഹത്യകളിൽ ഏറ്റവും കൂടുതലുള്ള ജില്ലകൾ. അതിൽ 1ാം സ്ഥാനത്ത് നിൽക്കുന്നത് തിരുവനന്തപുരമാണ്. 1270 പേരാണ് തിരുവനന്തപുരം ജില്ലയിൽ നിന്ന് മാത്രം 2024 ആത്മഹത്യ ചെയ്തിരിക്കുന്നത്. എറണാകുളത്ത് 1089 പേരും ആത്മഹത്യ ചെയ്തു. തൃശ്ശൂർ ജില്ലയിൽ 1062 പേർ, പാലക്കാട് 902 പേർ, കോഴിക്കോട് 820 പേർ, കാസർഗോഡ് 346 പേർ, കണ്ണൂർ 757 പേർ, വയനാട് 337 പേർ, ആലപ്പുഴയിൽ 748 പേർ, കോട്ടയത്ത് 573 പേർ, മലപ്പുറത്ത് 533 പേർ, ഇടുക്കിയിൽ 428 പേർ, പത്തനംതിട്ടയിൽ 362 പേർ. ഇങ്ങനെയാണ് ജില്ല തിരിച്ചുള്ള ആത്മഹത്യാ കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ആത്മഹത്യകളിൽ എന്തുകൊണ്ട് പുരുഷന്മാർ അധികമായി നിൽക്കുന്നു? പഠനങ്ങൾ സൂചിപ്പിക്കുന്നത് സ്ത്രീകൾക്ക് അവർക്ക് മാനസിക വിഷമമോ എന്തെങ്കിലും ഉണ്ടായാൽ, പ്രശ്നങ്ങളോ ഉണ്ടായാൽ അവർ അത് തുറന്നു പറയാറുണ്ട്. അവരുടെ സുഹൃത്തുക്കളോടോ അവരുടെ ബന്ധുക്കളോടോ അവർ തുറന്ന് സംസാരിക്കും. അവർ കേൾക്കാനും തയ്യാറായിരിക്കും എന്നുള്ളതാണ് പറയുന്നത്. നമുക്ക് മുന്നിലുള്ള പല ഉദാഹരണങ്ങളും അതിനുണ്ട്. വിവാഹം കഴിഞ്ഞ പല നവവധുക്കളും ആത്മഹത്യ ചെയ്തതും നമ്മൾ വാർത്തകളായി നൽകിയിട്ടുണ്ട്. എന്നാൽ പല സ്ത്രീകളും മുന്നോട്ട് വന്നവരുടെ പ്രശ്നങ്ങൾ പറയുന്നത് സ്ത്രീകളിലെ ആത്മഹത്യകളുടെ എണ്ണം കുറയ്ക്കാൻ കഴിയുന്നുണ്ട്. എന്നാൽ പുരുഷന്മാർ അങ്ങനെയല്ല. അവർ കുടുംബം നോക്കുന്നവരും അവർക്ക് മറ്റൊരാളോട് അവരുടെ വിഷമങ്ങൾ പറയാൻ കഴിയാത്ത രീതിയിലേക്കും അവർ ഒതുക്കപ്പെടുന്നു എന്നുള്ളതാണ് പഠനങ്ങൾ സൂചിപ്പിക്കുന്നത്. അവർക്ക് അതുകൊണ്ട് തന്നെ അവരുടെ ഉള്ളിലുള്ള പ്രശ്നങ്ങൾ ആരോടും തുറന്നു പറയാൻ സാധിക്കുന്നില്ല. അതിനവർ കണ്ടെത്തുന്ന ഒരു മരുന്നാണ് ആത്മഹത്യ. വീണ്ടും ആവർത്തിക്കുന്നു, ആത്മഹത്യ ഒന്നിനും ഒരു പരിഹാരമല്ല. ഇങ്ങനെ മാറുന്നു പുരുഷന്മാരുടെ ചിന്താഗതി. അതുകൊണ്ട് തന്നെ അവർ ആത്മഹത്യ ഒരു വഴിയായി തേടുന്നു. ജീവൻ തന്നെ അവസാനിപ്പിച്ചുകൊണ്ട് ഈ ലോകത്തിൽ നിന്ന് തന്നെ വിട പറയാമെന്നുള്ള തീരുമാനത്തിലേക്ക് പുരുഷന്മാർ എത്തുന്നു എന്നുള്ളതാണ് ഏറ്റവും ഒടുവിലത്തെ കണക്കുകൾ സൂചിപ്പിക്കുന്നത്. എന്നാൽ ആത്മഹത്യാ ശ്രമങ്ങൾ ഏറ്റവും കൂടുതലുള്ളത് സ്ത്രീകളാണെന്നും ഇതേ പഠന റിപ്പോർട്ട് സൂചിപ്പിക്കുന്നു. 3 സ്ത്രീകൾ ആത്മഹത്യാ ശ്രമം നടത്തുമ്പോൾ അതിൽ ഒരു പുരുഷൻ മാത്രമാണ് ആത്മഹത്യാ ശ്രമം നടത്തുന്നത് എന്നുള്ളതാണ്. 3:1 ആണ് അതിലെ റേഷ്യോ. ആത്മഹത്യാ ശ്രമങ്ങൾ കൂടുതൽ നടത്തുന്നത് സ്ത്രീകളാണ് എന്നുള്ളതും കണക്കുകൾ സൂചിപ്പിക്കുന്നതും. ഇനി എല്ലാവർക്കും അറിയേണ്ടത് കാരണങ്ങളാണ്. എന്തുകൊണ്ട്
ആത്മഹത്യകൾ ഇത്രയും അധികം കൂടുന്നു? ഓരോ പ്രായക്കാരനുസരിച്ചും പല പല രീതിയിൽ മാറുന്നു. വിദ്യാർത്ഥികൾക്കിടയിൽ ഒരു കാരണമെങ്കിൽ യുവാക്കൾക്കിടയിൽ മറ്റൊരു കാരണം. അതല്ല, ദാമ്പത്യ ജീവിതം തുടരുന്നവർക്കിടയിലുള്ള കാരണങ്ങൾ. പല പല കാരണങ്ങൾ ആത്മഹത്യകൾക്ക് പിന്നിലുണ്ട്. 54% ആത്മഹത്യകളും നടക്കുന്നതിൻ്റെ പ്രധാന കാരണം കുടുംബ പ്രശ്നങ്ങളാണ്. അത് ദാമ്പത്യ പ്രശ്നങ്ങളായിരിക്കാം, മക്കളുമായിട്ടുള്ള പ്രശ്നങ്ങളായിരിക്കാം, മറ്റു ബന്ധുക്കളുമായിട്ടുള്ള പ്രശ്നങ്ങളായിരിക്കാം, കടങ്ങളായിരിക്കാം. അങ്ങനെ നൂറുകണക്കിന് പ്രശ്നങ്ങൾ കുടുംബജീവിതത്തിൽ തന്നെ ഉണ്ട്. അങ്ങനെ കുടുംബ പ്രശ്നങ്ങളാണ് 54% ഇതിന് കാരണം എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. മാനസിക ശാരീരിക പ്രശ്നങ്ങളാണ് 19% അധികവും വരുന്നത്. മാനസികമായിട്ടുള്ള പല പ്രശ്നങ്ങളും മറ്റൊരാളോട് സംസാരിക്കാൻ കഴിയാതെ വീർപ്പ് മുട്ടുന്ന പലരുമുള്ള ഇന്ന നാട്ടിൽ അങ്ങനെയുള്ള പ്രശ്നങ്ങൾക്ക് 19% പേര് ആത്മഹത്യ ചെയ്തതായിട്ട് പഠനങ്ങൾ സൂചിപ്പിക്കുന്നു. ലഹരി, കാർന്നു തിന്നുന്ന ലഹരി, യുവാക്കൾക്കിടയിൽ പോലും കവർന്ന് ജീവൻ നഷ്ടപ്പെടുത്തുന്ന ലഹരി. 10.2% ആത്മഹത്യകൾ സംഭവിക്കുന്നതിന് ഒരേ ഒരു കാരണം ലഹരിയാണെന്നും പഠന റിപ്പോർട്ടുകൾ പറയുന്നു. സാമ്പത്തിക ബാധ്യത, 3.6% ആത്മഹത്യകൾ നടക്കുന്നതിന് കാരണം സാമ്പത്തികമാണ്. അത് കടങ്ങളാവാം, സ്വന്തമായി പൈസ ഉണ്ടാക്കി കുടുംബം പോറ്റാനാകാത്ത കഴിയുന്നതാവാം. അങ്ങനെ പലവിധ കാരണങ്ങളും ഇതിലുണ്ട്. തൊഴിലില്ലായ്മയാണ് 1% ആത്മഹത്യക്ക് കാരണം. അതിന് പിന്നിൽ പല കാരണങ്ങളും ഉണ്ടാവാം. യുവാക്കൾക്കിടയിൽ പ്രത്യേകിച്ച് അവർ നേരിടേണ്ടി വരുന്ന ചോദ്യങ്ങൾ, ബന്ധുക്കൾക്കിടയിൽ, സുഹൃത്തുക്കൾക്കിടയിൽ നിന്ന് വരുന്ന ചോദ്യങ്ങൾ, പ്രഷറുകൾ, ഇതെല്ലാം ഇതിന് കാരണമായി മാറിയിട്ടുണ്ട്. തൊഴിൽ മേഖലയിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, തൊഴിലില്ലായ്മ പോലെ തന്നെയാണ് അതും. തൊഴിൽ കിട്ടിക്കഴിഞ്ഞാൽ തൊഴിലിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ കാരണം ആത്മഹത്യ ഉണ്ടാകുന്നത് 1.5% ആളുകൾക്കിടയിലാണ്. പരീക്ഷയിലെ തോൽവി വിദ്യാർത്ഥികൾക്കിടയിൽ ഉണ്ടാകുന്ന ഏറ്റവും വലിയ മാനസിക സംഘർഷമായിട്ട് മാറുന്നുണ്ട്. അത് 0.5% ആത്മഹത്യകൾ അങ്ങനെയും സംഭവിക്കുന്നു. ഇങ്ങനെയാണ് 2024 കണക്കുകൾ. വളരെ ഞെട്ടിപ്പിക്കുന്ന കണക്കുകളാണിവ. ആത്മഹത്യ ചിന്തകൾ ഉണ്ടാവുകയാണെങ്കിൽ മാനസികാരോഗ്യ വിദഗ്ധരെ തന്നെ കാണുക. അതിൽ സമൂഹം എന്ത് ചിന്തിക്കും എന്ന് ഒരിക്കലും ചിന്തിക്കാതിരിക്കുക. അങ്ങനെ നിങ്ങൾക്കൊരു തോന്നൽ വരികയാണെങ്കിൽ ഉറപ്പായും അതിനുമായി ബന്ധപ്പെട്ടുള്ള ടോൾ ഫ്രീ നമ്പറുകൾ ഉൾപ്പെടെയുള്ളവയുണ്ട്. അതിൽ കോൺടാക്ട് ചെയ്യുക, മാനസികാരോഗ്യ വിദഗ്ധരെ കാണുക, അവരോട് തുറന്ന് സംസാരിക്കുക. ആത്മഹത്യ ഒന്നിനും ഒരു പരിഹാരമല്ല.